guys, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ലാപ്ടോപ്സ് ഡെസ്ക്ടോപ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലാപ്ടോപ്സ് ഓർ ഡെസ്ക്ടോപ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺസും ടാബ്സും കൂടാതെ ലാപ്ടോപ്സ് ആൻഡ് ഡെസ്ക്ടോപ്സ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നു. ഓഫീസിലാവാം, വീട്ടിലാവാം, അല്ലെങ്കിൽ ഏത് വർക്ക് പ്ലേസിലാവാം. എപ്പോഴും നമ്മൾ ഈ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോസ് സ്ലോ ആവാറുണ്ട്. ലാപ്ടോപ്പ് സ്ലോ ആവാറുണ്ട്, വിൻഡോസ് സ്ലോ ആവാറുണ്ട്. എക്സിക്യൂഷൻ, നമ്മൾ സോഫ്റ്റ്വെയർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം ലാഗ് ചെയ്യാറുണ്ട്. സോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ലാപ്ടോപ്സ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്സ് നമ്മൾ ഒന്ന് സ്പീഡ് കൂട്ടുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ സെഷനാണ് ഞാനിപ്പോൾ പറയുന്നത്. സോ അധികം സമയം ഞാൻ വഹിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ഇത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനാണ്. ആദ്യം നമ്മളിവിടെ സെർച്ചിൽ പോയിട്ട് ഇവിടെ റൺ ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഇവിടെ നമുക്ക് റൺ ഓപ്പൺ ആയി വരും. റണ്ണിൽ നമ്മൾ ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് 5 അമർത്തുമ്പോൾ പെർസെൻറ്റേജിൻ്റെ സൈൻ വരും. വീണ്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ TEMP എന്നടിക്കുക. ഷിഫ്റ്റ് അമർത്തിയിട്ട് 5 അമർത്തുമ്പോൾ വീണ്ടും പെർസെൻറ്റേജിൻ്റെ സൈൻ വരും. അതായത് ടെമ്പ് പെർസെൻറ്റേജ് എൻ്റർ അടിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് കാണുന്ന ഈ പറയുന്ന ഫയൽസ് എന്നൊക്കെ പറയുന്നത് അതായത് വിൻഡോസിൽ വേസ്റ്റ് ആയിരിക്കുന്ന ഫയൽസാണ്. ഇവിടെ ഈ കാണുന്ന മൊത്തം ആവശ്യമില്ലാത്ത ഫയൽസാണ്. ഇത് മൊത്തം നമ്മൾ Ctrl A അടിച്ച് ഫുൾ സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് അമർത്തിയിട്ട് ഫുൾ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡു യു വാണ്ട് ടു ഡിലീറ്റ് ഇറ്റ് പെർമനൻ്റ്ലി എന്ന് ചോദിക്കും. അത് നമ്മളെല്ലാം കൂടി യെസ് കൊടുക്കുമ്പോൾ എല്ലാ ഫയൽസും ഓട്ടോമാറ്റിക്കായിട്ട് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ആയി പോകും. ഇവിടെ ടിക്ക് അടിക്കുക, സ്കിപ്പ് കൊടുക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നമ്മുടെ മെമ്മറി ഫ്രീ ആവും. വീണ്ടും ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മളിത് ക്ലോസ് ചെയ്യുക. വീണ്ടും നമ്മൾ സെർച്ചിൽ പോവുക, RUN അടിക്കുക, എൻ്റർ അടിക്കുക. അവിടെ നമ്മൾ ടെമ്പ് നടിക്കുക, TEMP. നമ്മൾ ബ്രോഡ്ബാൻഡ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തു നിന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള ഫിൽറ്റർഡ് ആയിട്ടുള്ള ഫയൽസ് ഈ ടെമ്പിൽ വന്ന് കിടപ്പുണ്ടാവും. അതാണ് ഈ കിടക്കുന്നത്. ഈ കാണുന്ന മൊത്തം ഈ പറയുന്ന ഫയൽസാണ്. അത് നമ്മൾ Ctrl A അടിച്ച് ഫുൾ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഷിഫ്റ്റ് അമർത്തിയിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. നമ്മളത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഫയൽസ് മൊത്തം ഡിലീറ്റായി പോകും. അത്രയും ഫുൾ ഫയൽസ് ഡിലീറ്റായി പോകും. ചെയ്യുമ്പോൾ ഇത് ഇങ്ങനൊരു മെസ്സേജ് വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ CPU ഫയൽ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് എൻ്റെ അർത്ഥം. ഇൻ യൂസ് ആണെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇത് വന്നു കഴിഞ്ഞാൽ അതിൽ ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ പറയുന്ന സെർച്ച് ക്ലിക്ക് ചെയ്യുക, അവിടെ റൺ അടിക്കുക, എൻ്റർ അടിക്കുക. അവിടെ PREFETCH അടിക്കുക. പെർഫെക്റ്റ്. സൂം ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് എടുക്കുക, റൺ എടുക്കുക, റണ്ണിൽ പെർഫെക്റ്റ് എന്ന് അടിക്കുക. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് എന്ന് അടിച്ചിട്ടുണ്ട്. നമ്മളിനി അത് എൻ്റർ അടിക്കുന്നു. അപ്പോൾ വീണ്ടും കണ്ടിന്യൂ ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയൽസ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ Ctrl A അടിച്ച് ഫുൾ സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് അമർത്തിയിട്ട് ഡിലീറ്റ് അമർത്തുന്നു. ഡു യു വാണ്ട് ടു ഡിലീറ്റ് ദ ഫയൽ? യെസ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ടിക്ക് അടിച്ചിട്ട് സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫയൽസും ഡിലീറ്റ് ആയി പോകും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് റീസ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പോൾ ലാപ്ടോപ്പ് ഇപ്പോൾ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇപ്പം റീസ്റ്റാർട്ടായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റം ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ നല്ല സ്പീഡ് കൂടും.
എക്സിക്യൂഷൻ സ്പീഡ് നല്ല രീതിയിൽ കൂടും. നമ്മൾ ഉള്ളതേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മെമ്മറി, നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിനകത്തിരിക്കുന്ന മെമ്മറി നമ്മൾ കൂടുതൽ മെമ്മറി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല സ്പീഡായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം എത്ര സ്പീഡായിട്ട് സാധനം ഡെസ്ക്ടോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ് സ്ക്രീൻ എത്തിക്കൊണ്ടിരിക്കുന്നു, ലോഡായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം മുമ്പത്തെ കാലം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, വീണ്ടും നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ ഡെസ്ക്ടോപ്പ് സ്ക്രീനിൽ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് കൊടുക്കുക. ISK ഡിസ്ക് ഇവിടെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റ് ആൻഡ് ഓപ്റ്റമൈസേഷൻ ഡിവൈസ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഇത് ഓപ്പൺ കൊടുത്താലും മതി. സാധനം ഓപ്പൺ ചെയ്യുക. ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ അലൈൻമെൻറ്റ് കറക്റ്റാക്കാനുള്ള ഒരു പ്രൊസീജിയറിനെയാണ് ഈ പറയുന്ന ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ലാപ്ടോപ്സ് യൂസ് ചെയ്യുന്ന സമയത്തിലൊക്കെ അതിനകത്തിരിക്കുന്ന ഫയൽസ് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻമെൻറ്റ്സ് ഒക്കെ മാറിക്കിടപ്പുണ്ടാവും. അതൊക്കെ കറക്റ്റാക്കി ഒരു ഫ്രാഗ്മെൻറ്റേഷൻ കറക്റ്റാക്കാനുള്ള പ്രോസസ്സാണ് ഡീഫ്രാഗ്മെൻറ്റിംഗ്. അപ്പോൾ നമുക്ക് ഡ്രൈവ് ഉണ്ട്, CDE ഉണ്ട്. സെലക്ട് ചെയ്യുക. ആദ്യം ഇവിടെ അനലൈസ് കൊടുക്കുക. ഇവിടെ അനലൈസിങ് കൊടുക്കുക. ഇപ്പോൾ അനലൈസിങ് സ്റ്റാർട്ടാവുന്നുണ്ടാവും. ഇപ്പോൾ അനലൈസിങ് സ്റ്റാർട്ടായിട്ടുണ്ട്, റണ്ണിങ് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിത് ഫ്രാഗ്മെൻറ്റേഷൻ കഴിയുമ്പോഴാണ് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ടോട്ടലി ഓപ്റ്റമൈസ്ഡ് ആവുള്ളൂ. ടോട്ടലി കുറച്ചൊരു സ്പീഡ് കൂടും, സ്മൂത്തായിരിക്കും. പെർഫോമൻസിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു സ്മൂത്ത്നെസ്സും ഒരു പെർഫോമൻസിലെ വ്യത്യാസം ശരിക്കും നമുക്കത് കാണാൻ പറ്റും. സ്ക്രീൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കാം, അപ്പോൾ നമുക്കിത് കാണാൻ പറ്റും. അനലൈസ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് 100% ആവണം. ഇത് കുറച്ച് സമയം പിടിക്കും. ഈ പ്രോസസ്സിന് കുറച്ച് സമയങ്ങൾ പിടിക്കുന്നുണ്ടാവും. സോ അത് 100% ആവാനുണ്ട്. സോ തീർച്ചയായിട്ടും ഇത് നമ്മളെല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ 2 ദിവസവും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് ഒന്ന് ഫണ്ടമെൻ്റൽസ് ഒന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ ആൻറ്റിവൈറസ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ലാപ്ടോപ്പ് ആയാലും ശരി ഡെസ്ക്ടോപ്പ് ആയാലും അതിൻ്റെ ഹെൽത്ത് പക്ക സെറ്റായിരിക്കും. പിന്നെ ലോങ് പ്രോസസ്സിൽ നമുക്ക് സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ലൊരു ഗുണകരമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഈ പ്രൊസീജിയർ. നമ്മുടെ ഹാർഡ്വെയർ മെമ്മറിയുടെ അനുസരിച്ചായിരിക്കും അതിൻ്റെ സ്പീഡ് അത് അനലൈസ് ചെയ്യുക.
ഇവിടെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് അത് ഫിനിഷ് അനലൈസിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ ഫ്രാഗ്മെൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമുക്ക് ഓപ്റ്റമൈസും സാധനം കാണുന്നുണ്ടാവും, ഇവിടെ കാണുന്നുണ്ടാവും. നമുക്ക് ഓപ്റ്റമൈസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്റ്റമൈസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡ്രൈവ് ഓപ്റ്റമൈസ് ചെയ്യാൻ തുടങ്ങും. ഒപ്റ്റിമൈസേഷൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഡ്രൈവ് കുറച്ചുകൂടി സ്മൂത്ത് ആവുക. അല്ലെങ്കിൽ നമ്മുടെ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പം എം എസ് ഓഫീസ് ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഏത് ഈ പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോഴും ഒരു സ്മൂത്ത്നെസ് നമുക്ക് അതിനകത്ത് ഉണ്ടാവും. ഇപ്പോൾ നമ്മളത് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡീഫ്രാഗ്മെൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പാർട്ട് 1 പാസ് 1 എത്ര ശതമാനം പാസ്സായിട്ടുണ്ടെന്നുള്ള കാര്യം കാണാൻ പറ്റും. ഇപ്പോൾ അത് ഓപ്റ്റിമൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചുകൂടിയും വലുതാക്കി കാണിക്കാം, അപ്പോൾ താങ്കൾക്കത് കാണാൻ പറ്റും. നമ്മളിത് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ കുറച്ചുകൂടി നല്ല എഫിഷ്യൻസി ആയിട്ട് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും, വളരെ സിമ്പിളായിരിക്കും. തണ്ടർ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. 1.4% ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആവണം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് ചെയ്യാം. ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 100% ആയിട്ടുണ്ട്. അപ്പം അത് കുറച്ച് സമയം പിടിക്കും. ആസ് പെർ നമ്മുടെ ഓരോ ആൾക്കാരുടെ ലാപ്ടോപ്പിൻ്റെ
ഹാർഡ്വെയർ മെമ്മറിയുടെ ബേസിസിലായിരിക്കും അതിന് സമയം പിടിക്കുക. ഇത് കഴിഞ്ഞ് നമ്മളിത് ക്ലോസ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നു. റീസ്റ്റാർട്ടിങ് വിൻഡോസ് കാണിക്കുന്നുണ്ട്. റീസ്റ്റാർട്ട് ചെയ്യുന്നു. രാത്രി നമ്മൾ ഉറങ്ങുന്ന മുമ്പ് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഡിഫ്രാഗ്മെൻറ്റിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കാലത്താവുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അത് ഫിനിഷാവും, പക്കയാവും. ഇപ്പോൾ ലാപ്പ് റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലാപ്പ് റീസ്റ്റാർട്ടായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വിൻഡോസിലേക്ക് എത്തിയിട്ടുണ്ട്, ഡെസ്ക്ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് ശരിക്കും അനലൈസ് ചെയ്യാൻ പറ്റും എത്ര സ്പീഡായിട്ട് നമ്മുടെ ഇപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഡിഫ്രാഗ്മെൻറ്റേഷൻ കൂടി കഴിഞ്ഞപ്പം ഫാസ്റ്റ് ആയിട്ടുണ്ട്. 2 സിസ്റ്റം ടെംപ് ഫയൽസും ഇൻ്റർനെറ്റ് ടെംപ് ഫയൽസും കളഞ്ഞു. പെർഫെക്ഷൻ നമ്മൾ കളഞ്ഞു. റീസ്റ്റാർട്ട് ചെയ്തു, ഡിഫ്രാഗ്മെൻറ്റ് ചെയ്തു, റീസ്റ്റാർട്ട് ചെയ്ത് വന്നു. അപ്പം ഡെസ്ക്ടോപ്പിലേക്ക് എത്തി. അപ്പോൾ അത്രയും നമ്മുടെ സിസ്റ്റം സ്പീഡായി. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമുക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാം, അല്ലാപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ കഴിഞ്ഞാലും ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പീഡായിട്ടായിരിക്കും ഓപ്പൺ ആവുന്നത്. ഓണായി വരുന്നേ ഉള്ളൂ. സോ സ്പീഡായിട്ട് ഓപ്പൺ ആവും. അപ്പം ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വിൻഡോസ് സ്പീഡാക്കാൻ പറ്റും, ലാപ്ടോപ്പ് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാൻ പറ്റും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എക്സിക്യൂഷൻ സോഫ്റ്റ്വെയർസ് സിമ്പിളായിട്ട് കുറച്ചുകൂടി എഫിഷ്യൻസി ആയിട്ട് സ്പീഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഗൂഗിളിൻ്റെ ഹോം പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ലോഡായി വരുന്നേ ഉള്ളൂ. നെറ്റിൻ്റെ ഒരു സ്പീഡ് അനുസരിച്ചാണ് ലോഡായി വരിക. യെസ്, വന്നിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു പ്രോസസ്സ് കൺസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ലൈഫും കൂടും. അതേ സമയത്ത് നമ്മുടെ എക്സിക്യൂഷൻ സോഫ്റ്റ്വെയർ സിമ്പിളായിട്ടും വളരെ എന്താ പറയുക സ്മൂത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. മെമ്പർഷിപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പെയ്ഡ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ബ്ലെസ്സിങ്സും എപ്പോഴും വേണം. സൈനിങ് ഓഫ് ടിൽ ദെൻ, അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്മ വരട്ടെ, നല്ലത് വരട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.